ഹലോ എവരി വൺ. സോ നിങ്ങൾ HSCക്ക് എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയെന്ന് അറിയാം. നമുക്ക് ഒരുപാട് ടൈമില്ലെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് പഠിക്കണം. സോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസിനകത്ത് പാരസൈറ്റിക് പ്രോട്ടോസോവൻസിനെ കുറിച്ച്. നമ്മൾ കിൻഡം പ്രോട്ടോസോവൻസ് എല്ലാം പറഞ്ഞു കഴിയും. ഇനി നമുക്ക് പാരസൈറ്റിക് പ്രോട്ടോസോവൻ നോക്കാനുള്ളത് എൻഡമീബ, ഹിസ്റ്റോളിറ്റിക്ക, ട്രിപ്നോസോമ, ഗാംബിയൻസ്, പ്ലാസ്മോഡിയം, വൈവാക്സ്. ഇതിൻ്റെ മോർഫോളജി, ലൈഫ് സൈക്കിൾ, പാത്തോജെൻസിറ്റി, പ്രൊഫിലാറ്റിക് മെഷേഴ്സും ഒക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻഡമീബയെ കുറിച്ചാണ്. സോ അപ്പം നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷനൊക്കെ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അമീബോയിഡ് പ്രോട്ടോസോണിൽ വരുന്നതാണ് അമീബയും എൻഡമീബയും. സോ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന ഒരു പരാതമാണ്. പരാതം എന്ന് വെച്ചാൽ എന്താ? പാരസൈറ്റാണ്. മനുഷ്യരിൽ വരുന്ന അഫക്റ്റ് ചെയ്യുന്ന ഒരു പാരസൈറ്റാണ്, അല്ലെങ്കിൽ രോഗകാരികളാണെന്ന് പറയാം. ഓക്കെ, ഇനി ഈ അമീബിക് ഡിസെൻട്രി ഉണ്ടാക്കുന്ന ആളാണ്. ഇതെങ്ങനെയാണ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ വൻകുടലിൽ വെച്ചിട്ടാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അതായത് ലാർജ് ഇൻറ്റസ്റ്റൈൻ വെച്ചാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അമീബിക് ഡിസെൻട്രി, അതായത് വയറിളക്കം ഉണ്ടാവും. ഈ കുടലുകളിൻ്റെ മ്യൂക്കോസ അല്ലെങ്കിൽ സബ് മ്യൂക്കോസ ലെയറിൽ കയറിയിട്ട് ആണ് ഇവർ ഈ ഡിസെൻട്രി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ഇവർക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു പരാതങ്ങളാണെന്ന് പറഞ്ഞു, പാരസൈറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഇവരുടെ ഒരേ ഒരു ആതിഥേയനിലാണ് ജീവിതചക്രം തുടങ്ങുന്നതും അവസാനിക്കുന്നതും. അതായത് മനുഷ്യരിൽ നിന്നാണ്. ഒറ്റ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ്സ് ഇൻ വൺ ഹോസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ പാരസൈറ്റ്സ് നമ്മൾ മോണോജനിക് പാരസൈറ്റ്സ് എന്ന് പറയും. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന ഈ പരാതത്തിൻ്റെ ലൈഫ് സൈക്കിളിൽ കുറേ സ്റ്റേജസ് ഉണ്ട്. ഒന്നാമത്തെയാണ് സിസ്റ്റ് എന്ന് പറയും, സിസ്റ്റ് ഫോർമേഷൻ. സിസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. ആക്ച്വലി ഈ സിസ്റ്റ് എങ്ങനെയാണ് ഈ കുടലിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടാമിനേറ്റഡ് ഫുഡും വാട്ടറും വഴിയാണ്. അതായത് ശുദ്ധമല്ലാത്ത വെള്ളവും ഭക്ഷണമൊക്കെ കൂടെയാണ് ഈ സിസ്റ്റ് ബോഡിയിലേക്ക് ഇൻജക്റ്റഡ് ആവുന്നത്. ഈ സിസ്റ്റ് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികൂല സാഹചര്യം, ഈ സിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മെച്യൂർ സിസ്റ്റിന് പ്രതികൂല സാഹചര്യത്തിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഭിത്തിയുണ്ട്. അതായത് ഇവരുടെ സിസ്റ്റിനകത്തൊരു അൺഫേവറബിൾ കണ്ടീഷൻസിനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള നല്ല പ്രൊട്ടക്റ്റിംഗ് വാൾസ് ഉണ്ട്, ഭിത്തിയുണ്ട്. അവർ കുറേ വർഷങ്ങളോളം അവർക്ക് ആ സിസ്റ്റായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. ഈ സിസ്റ്റാണ് ആക്ച്വലി അസുഖങ്ങൾ സ്പ്രെഡ് ആവുന്നത്, അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവുന്ന സിസ്റ്റിൽ കൂടെയാണ്. ആദ്യമേ ഈ സിസ്റ്റ് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകൂടലിൽ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ സ്പെസിഫിക് പറയുകയാണെങ്കിൽ ഇലിയം ഭാഗത്താണ് സിസ്റ്റ് ഇരിക്കുക. അപ്പം ചെറുകുടൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് വരുന്നത്. ഇനി ഈ സിസ്റ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇലിയം ഭാഗത്തേക്ക് വരും. അവിടെ എത്തുമ്പോഴത്തേക്കാണ് എൻസിസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് തുടങ്ങുന്നത്. അതായത് ഈ സിസ്റ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിയിട്ട് ട്രോപ്പോസോയിഡ്സ് റിലീസ്ഡ് ആവും ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക്. സോ ഒന്നുകൂടെ പറയാം, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ സിസ്റ്റ് വരും. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇലിയം ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ സിസ്റ്റ് എന്ത് ചെയ്യും? ട്രോപ്പോസോയിഡായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് ഇത് മൈഗ്രേറ്റ് ചെയ്യും. ഇനി അടുത്തതാണ് ട്രോപ്പോസോയിഡ് സ്റ്റേജ്. ഇതാണ് ഇൻഫെക്ഷ്യസ് സ്റ്റേജ് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ഒരു ഏകകോശ പരാതമാണ്, അതായത് യൂണിസെല്ലുലർ പാരസൈറ്റാണ്. ഓക്കെ, ഇതിന് ഒരു 14 തൊട്ട് 18 മില്ലിമീറ്റർ ഡയമീറ്റർ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത്, അതായത് എൻഡമീബയ്ക്ക് അമീബയ്ക്ക് ഒരുപാട് കപടപാദങ്ങളുണ്ട്. എന്താ ഈ കപടപാദം? സ്യൂഡോപോഡി ഒരുപാടുണ്ട്. പക്ഷേ എൻഡമീബയ്ക്ക് ഈ കപടപാദങ്ങളുടെ നമ്പർ കുറവാണ്, സ്യൂഡോപോഡി അധികമില്ല. ഇനി ഇതെങ്ങനെയാണ് ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചെറുകുടലിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യും? ട്രോപ്പോസോയിറ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞു. ഇനി ചെറുകുടലിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ബൈനറി ഫിഷൻ നടക്കും, മൾട്ടിപ്ലൈ ചെയ്യും.
ഇപ്പോൾ ബൈനറി ഫിഷൻ 1, 2 ആവും അല്ലേ. എന്നിട്ട് ട്രോപ്പോസോയിറ്റ് ആയിട്ട് വരും. എന്നിട്ട് ഈ ട്രോപ്പോസോയിറ്റ് എന്ത് ചെയ്യും, വൻകുടലിൽ വന്നിട്ട് എന്ത് ചെയ്യും, മലത്തിൽ കൂടെ പുറത്തേക്ക് വരും. കുറച്ച് ഈ ട്രോപ്പോസോയിറ്റൊക്കെ ചെറുകുടലിൻ്റെ ലൂമിനും തന്നെ ഇരിക്കും. കുറച്ച് ബ്ലഡ് സ്ട്രീമിൽ കൂടെ എത്തിയിട്ട് ഇൻഡസ്റ്റൈനിൽ പുറത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യും, ലിവർ, ലങ്സ്, ബ്രെയിൻ അങ്ങനത്തെ ഉള്ള ബാക്കി ഓർഗൻസിനൊക്കെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇനി ഈ എൻഡമീബ നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പല ലക്ഷണങ്ങൾ കാണിക്കും. ഒരുപാട് സിംറ്റംസ് ഉണ്ട്. ഈ ലക്ഷണങ്ങളൊക്കെ മരണ കാരണം വരെ ആകാമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഡിസെൻട്രി വയറിളക്കമൊക്കെ ചിലപ്പോൾ ഡെത്ത് വരെ മരണ കാരണം വരെ ആവാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മലത്തിൽ കൂടെ ഒരുപാട് വെള്ളം പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ആക്ച്വലി ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടാണ് നമ്മൾ മരിക്കുന്നത്. ഇനി ഈ പാരസൈറ്റിന് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക പാരസൈറ്റ്സിന് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് 1969 എച്ച് ചൗധരി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. സോ നമ്മൾ അമീബോയിഡ് പ്രോട്ടോസോയിൻസിൽ 2 എക്സാമ്പിൾ ഉണ്ട്, അമീബയും എൻഡമീബയും. ഈ അമീബ എന്ന് പറഞ്ഞാൽ നോൺ പാത്തോജനിക് ആണ്, അവർ അസുഖങ്ങൾ ഉണ്ടാക്കില്ല. പക്ഷേ എൻഡമീബ എന്ന് പറഞ്ഞത് പാത്തോജനിക് ആണ്, ഒരു അസുഖം ഉണ്ടാക്കുന്ന ഒരു പരാതം തന്നെയാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ഈ എൻഡമീബ ഇൻഫെക്ഷനെ തടയാൻ നോക്കാം. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുറന്ന സ്ഥലത്തിരുന്ന് ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ വെള്ളമോ അങ്ങനെയൊന്നും കുടിക്കാതിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഈ മലത്തിൽ കൂടെ എൻഡമീബ പുറത്തേക്ക് പോകും. അപ്പോൾ ഈ ചില ഹൗസ് ഫ്ലൈസ് ഒക്കെ ചിലപ്പോൾ ആ മലത്തിൻ്റെ ആ ഫീക്കൽ മാറ്ററിൽ വന്ന് ഇരുന്നിട്ട് ഈ ഫ്ലൈ എന്ത് ചെയ്യും, ഈ നമ്മൾ കഴിക്കുന്ന ഓപ്പൺ പ്ലേസിൽ ഇരുന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ വന്ന് അതിനെ കണ്ടാമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും തുറന്ന സ്ഥലത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, ബോയിൽ വാട്ടർ മാത്രം കുടിക്കുക. ശുചിത്വം പാലിക്കുക, ക്ലെൻലിനെസ്. അത് നമ്മൾ സറൗണ്ടിങ് ആണെങ്കിലും വ്യക്തി ശുചിത്വം ആണെങ്കിലും ഒക്കെ ശുചിത്വം എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കും. ഇപ്പോൾ കൊറോണയ്ക്ക് വന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഈ ക്ലെൻലിനെസ്സിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഒരുപാട് അല്ലേ, എവിടെ പോലും സാനിറ്റൈസ് ചെയ്യുക. ഈവൻ അത്രയും ക്ലെൻലിനെസ് അത്രയും നമ്മൾ അവെയർഡായി. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് കഴുകുക. ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പം കൊറോണയൊക്കെ വന്നിട്ടാണ് നമ്മൾ മഞ്ഞളിട്ട് കഴുകും അല്ലേ, ഉപ്പിട്ട് കഴുകും, വിനേഗർ ഇട്ട് കഴുകും. അപ്പം ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് അസുഖങ്ങളൊക്കെ വരാതിരിക്കും. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം, പേഴ്സണൽ ഹൈജീൻ, ഇത്രയൊക്കെയാണ് നമുക്ക് ഈ അസുഖത്തിന് നമുക്ക് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ തടയാനുള്ള ചില മാർഗ്ഗങ്ങൾ. ഇനി എൻഡമീബ നമ്മളുടെ മനുഷ്യ ശരീരത്തിലേക്ക് വരും അല്ലേ, അതെന്താ ചെയ്യുന്നത്, എന്ത് സെല്ലിനെ അതിന് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അവർ ഹ്യൂമൻസിൻ്റെ കോളൻ സെൽസിനെയാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ കോളൻ സെൽസിനെയാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്. സോ പറയപ്പെടുന്നത് ഒരു 55,000 ജനങ്ങൾ ഈ എൻഡമീബ ഇൻഫെക്ഷൻ വഴി മരിക്കുന്നതായിട്ടാണ് പല കണക്കുകളും പറയുന്നത്. സോ അപ്പോൾ ഇത്രയുള്ള എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയെ കുറിച്ച് നമ്മൾ ലൈഫ് സൈക്കിൾ ജസ്റ്റ് ഓടിച്ചിട്ട് പല സ്റ്റേജസ് ആയിട്ട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇപ്പം എങ്ങനെയാണത് അസുഖം ഉണ്ടാകുന്നത്, എവിടെയാണ് ഇൻഫെക്ഷൻ ചെയ്യുന്നത്, അങ്ങനത്തെ എന്ത് അസുഖമാണ് ഉണ്ടാക്കുന്നത് അല്ലേ, ഡിസെൻട്രി, അങ്ങനെയൊക്കെ ഒത്തിരി ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ട്രിപ്നോസോമയും പ്ലാസ്മോഡിയയും പറയാനുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. HSCക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, നിങ്ങൾ പെട്ടെന്ന് ഗവൺമെൻറ് ജോബ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പഠിക്കാൻ തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് പഠിച്ചോളാം.